നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ലൈംഗികമായി അതിക്രമിച്ചുവെന്ന മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ യുവതിക്ക് നേരെ വ്യാപക സൈബർ ആക്രമണമെന്ന് പരാതി. സൈബർ ആക്രമണത്തിൽ യുവതി പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ കേസെടുക്കാൻ ADGP H. വെങ്കിടേഷ് നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാക്കൾ അടക്കം പെൺകുട്ടിയുടെ ചിത്രവും വിവരങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. തുടർന്ന് വിവാദമായതോടെ പിൻവലിക്കുകയായിരുന്നു. അതേസമയം രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായാണ് സൂചന. തമിഴ്നാട് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പരാതി നൽകാൻ ധൈര്യം കാണിച്ച യുവതിയുടെ സ്വകാര്യതയെ ഹനിക്കുന്നുവെന്ന് വിമർശനമുയർന്നതോടെയാണ് പലരും പോസ്റ്റുകൾ പിൻവലിച്ചത്. രാഹുൽ അനുകൂലികളായ സൈബർ പോരാളികളുടെ ഹാൻഡിലുകളാണ് ഇത്തരം ചിത്രങ്ങളും വിവരങ്ങളും പ്രചരിപ്പിച്ചത്. യുവതിയെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും സൈബർ ആക്രമണമുണ്ടായി. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നാണ് നിർദ്ദേശം. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. നിലവിൽ രാഹുൽ ഒളിവിലാണ്. ADGP H. വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. രാഹുലിനായി സംസ്ഥാന വ്യാപകമായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. രാഹുലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ്. ബന്ധുക്കളിൽ ചിലരെ ചോദ്യം ചെയ്തേക്കും. യുവതിയുടെ മൊഴി ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗുരുതര രക്തസ്രാവത്തിന് സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയിരുന്നുവെന്നും കണ്ടെത്തി. ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ 7 ആഴ്ച വരെ കഴിക്കാവുന്ന മരുന്നുകളാണ് യുവതിയെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചത്. ഈ മരുന്നുകൾ ജീവൻ നഷ്ടപ്പെടുത്താൻ വരെ സാധ്യതയുള്ള മരുന്നുകളായിരുന്നുവെന്നും ഡോക്ടർ പറയുന്നു. MLA തേടി അന്വേഷണ സംഘം പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തിയിരുന്നു. തെളിവെടുപ്പിനായി ADGPയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണ സംഘം പാലക്കാട് എത്തിയത്. ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി അന്വേഷണ സംഘം കൂടിക്കാഴ്ചയും നടത്തി. രാഹുലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസ് നിരീക്ഷണത്തിലുണ്ട്. ഇവരെ ആരെയും തന്റെ ഫോൺ നമ്പറിൽ നിന്നും രാഹുൽ ബന്ധപ്പെട്ടിട്ടില്ല. രാഹുൽ ബംഗളൂരുവിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായുള്ള സംശയത്തെ തുടർന്ന് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങളെല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് വ്യാപകമായി പരിശോധന നടത്തുന്നുണ്ട് പോലീസ്. ബംഗളൂരിലേക്ക് രാഹുൽ കടക്കുന്നത് തടയാനും നീക്കമുണ്ട്. അതേസമയം ഡോക്ടറുടെ മാർഗനിർദ്ദേശമില്ലാതെ കഴിച്ചാൽ ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് നൽകിയതെന്നാണ് യുവതിയുടെ മൊഴി. മൈഫിൽപ്രിസ്റ്റോൺ, മൈസോപ്രോസ്റ്റോൾ എന്നീ മരുന്നുകളാണ് രാഹുലിന്റെ സുഹൃത്ത് ജോബി യുവതിക്ക് നൽകിയത്. ട്യൂബർ പ്രഗ്നൻസി ആണെങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിച്ചേക്കാമെന്നും ഡോക്ടർ പറഞ്ഞതായി യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഗുരുതര രക്തസ്രാവമാണ് യുവതിക്കുണ്ടായത്. ഇതോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും തേടി. ഇതിന്റെ മെഡിക്കൽ രേഖകളും യുവതി പോലീസിന് കൈമാറി. ഇതെല്ലാം പോലീസ് സ്ഥിരീകരിച്ചു. രാഹുലിന്റെ നിർബന്ധപ്രകാരം അശാസ്ത്രീയ ഭ്രൂണഹത്യ നടത്തുമ്പോൾ ഗർഭസ്ഥ ശിശുവിന് 3 മാസത്തെ വളർച്ചയാണ് ഉണ്ടായിരുന്നത്. ഭ്രൂണഹത്യയ്ക്ക് ശേഷം യുവതി മാനസികമായി തകരുകയും ജീവനൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ യുവതിക്കുണ്ടായി. ഇതിന്റെ രേഖകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്.